dear students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കെമിക്കൽ കൈനറ്റിക്സ് പാർട്ട് 6 ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് 5 വരെ പഠിച്ചു. അപ്പം ഇത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പഠിക്കുന്നത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് in a chemical reaction. Effect of catalyst in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റ് എന്താണ്? രണ്ടാമത്തത് കൊളിഷൻ തിയറി. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും എൻഡിലെ പോയിന്റാണ് കൊളിഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാൻസിഷൻ സ്റ്റേറ്റ് പഠിച്ചായിരുന്നു. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് കൊളിഷനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേം തന്നെയാണ്. അപ്പോൾ അന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊളിഷൻ തിയറിയും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എടുക്കുന്നത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്താണെന്നാണ് നോക്കുന്നത്. ഇന്ന കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിനെ കാറ്റലിസ്റ്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കുക. അതാണ് നമ്മളെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് എന്താണ് കാറ്റലിസ്റ്റ്? നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റലിസ്റ്റ് എന്നാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അപ്പൊ ആദ്യത്തെ കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അൾട്ടേഴ്സ് ദി സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർക്കേണ്ടതാണ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അൾട്ടർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ റിയാക്ഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ കാറ്റലിസ്റ്റിന് നമുക്ക് യാതൊരു കെമിക്കൽ ചേഞ്ചും വരത്തില്ല. ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാകാതെ കാറ്റലിസ്റ്റ് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. റിക്കവർ ചെയ്യാൻ പറ്റും. റിക്കവേർഡ് ദ കാറ്റലിസ്റ്റ്. റിക്കവർ ചെയ്യുന്ന ആരെയാണ്? റിക്കവേർഡ് ദ കാറ്റലിസ്റ്റ് അൺചേഞ്ച്ഡ്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കെമിക്കലി അൺചേഞ്ച്ഡ് ആയിരിക്കും. കെമിക്കൽ പരമായിട്ട് യാതൊരു മാറ്റവും സംഭവിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റലിസ്റ്റിനെ റിക്കവർ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പെർട്ടിക്കുലർ പ്രോസസ് അതായത് കാറ്റലിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് എൻഹാൻസ് ചെയ്യിപ്പിക്കുകയോ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാം, അൾട്ടർ ചെയ്യുന്നു. ആ റിയാക്ഷന്റെ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ കാറ്റലിസ്റ്റിനെ റിക്കവർ ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കറ്റാലിസിസ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് കറ്റാലിസിസ്. ഫസ്റ്റ് പോയിന്റ് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. അതിലാദ്യം നമുക്ക് കാറ്റലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ആൾട്ടേഴ്സ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ and can be recovered chemically unchanged at the end of the reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ അൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. പക്ഷേ കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ അതിന് കെമിക്കൽ പരമായിട്ട് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. നമുക്കതുപോലെ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. The phenomenon of altering the rate of reactions by use of catalyst is known as catalysis. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് catalysis. നെക്സ്റ്റ്, the function of a catalyst. It is to provide an alternate path of reaction with a lower energy of activation. അതായത് നമ്മൾ ഒരു കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനകത്ത് ഉപയോഗിക്കുമ്പോൾ അത് ആക്ടിവേഷൻ എനർജി, റിയാക്ടൻറ്റിൻ്റെ ആക്ടിവേഷൻ എനർജിയെ കുറച്ചുകൊണ്ട് പുതിയൊരു പാത്തിലൂടെ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ സഹായിക്കുന്നു. വെൻ ദി ആക്ടിവേഷൻ എനർജി ഈസ് ലോവേർഡ്, മോർ മോളിക്യൂൾസ് ക്യാൻ ക്രോസ് ദ എനർജി ബാരിയർ ആൻഡ് ഹെൻസ് ദ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. അതായത് ഇവിടെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത മോളിക്യൂൾസിനകത്ത് കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ ആക്ടിവേഷൻ എനർജി റെസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാണുകയുള്ളൂ. ബാക്കിയുള്ള മോളിക്യൂൾസ് കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജി കുറയുക വഴി ബാക്കിയുള്ള കുറച്ച് മോളിക്യൂൾസിനും കൂടെ അല്ലെങ്കിൽ മോർ മോളിക്യൂൾസിന് ഈ എനർജി ബാരിയറിനെ ക്രോസ് ചെയ്യാൻ കഴിയുകയും അങ്ങനെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്.
അതായത് വെൻ ദി ആക്ടിവേഷൻ എനർജി ഈസ് ലോവേർഡ് മോർ മോളിക്യൂൾസ് ക്യാൻ ക്രോസ് ദി എനർജി ബാരിയർ ആൻഡ് ഹെൻസ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. That is, in a reversible reaction, catalyst helps to attain the equilibrium quickly by increasing rate of forward and backward reactions equally. അതായത് ഒരു റിയാക്ഷൻസ് നമുക്ക് നോർമൽ വേയിൽ ഒരു ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ടായിരിക്കാം, ഇറവേഴ്സിബിൾ റിയാക്ഷൻസ്. എന്നാൽ രണ്ട് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ടാകാം. അതായത് റിയാക്ടൻസ് പ്രോഡക്റ്റ് ആവുകയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടൻസായി മാറുകയും ചെയ്യുന്ന റിയാക്ഷൻസ്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അവിടെ എന്താണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? അതായത് ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും ഒരേ സ്പീഡിൽ നടക്കാൻ, ഒരേ റേറ്റിൽ നടക്കാൻ സഹായിക്കുകയും പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ കാറ്റലിസ്റ്റിൻ്റെ ഫങ്ഷൻ. ദാറ്റ് ഈസ്, ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ കാറ്റലിസ്റ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ദി ഇക്വിലിബ്രിയം ക്വിക്ക്ലി ബൈ ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഈക്വലി. നമുക്ക് അതിന്റെ കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റിയാക്ഷൻ റേറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ യാതൊരു കെമിക്കൽ ചേഞ്ചും ഇല്ലാതെ ആ സബ്സ്റ്റൻസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാനും പറ്റും, റിക്കവർ ചെയ്യാനും പറ്റും. ഇനി എങ്ങനെയാണ് ഇത് ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഫംഗ്ഷൻ ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, റിയാക്ടന്റ് മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. റിയാക്ടൻസുകൾ റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോർമൽ വേയിൽ റിയാക്ടൻസിന് കൈനറ്റിക് എനർജി ഉണ്ട്. അവര് കൊളിഷൻ പ്രോപ്പർ ഓറിയന്റേഷനും കൂടി ആണെങ്കിൽ, കൈനറ്റിക് എനർജി ഉണ്ട്, പ്രോപ്പർ ഓറിയന്റേഷനും കൂടി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ കൊളൈഡ് ചെയ്യും. ആ കൊളിഷൻ ഇഫക്റ്റീവ് കൊളിഷൻ ആകണമെങ്കിൽ എന്ത് ചെയ്യും? ഇഫക്റ്റീവ് കൊളിഷൻ നടക്കുമ്പോൾ അത് പ്രോഡക്ട്സ് ആയിട്ട് മാറും. ഇഫക്റ്റീവ് കൊളിഷൻ ആകണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ എനർജി ഉണ്ടായിരിക്കണം. ആ മിനിമം എനർജിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. മിനിമം എനർജിയെ പറയുന്ന പേര് ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ ഈ മോളിക്യൂൾസിന്, റിയാക്ടൻസിന് കിട്ടുകയാണെങ്കിൽ അവരുടെ കൊളിഷൻ ഇഫക്റ്റീവ് കൊളിഷൻ ആവുകയും അവരുടെ ബോൺസുകൾ ബ്രേക്ക് ചെയ്ത് പുതിയ ബോൺസ് ഫോം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇത് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ പറഞ്ഞു തന്നെയാണ്. ആ പെർട്ടിക്കുലർ സ്റ്റേജ് അറ്റൈൻ ചെയ്യും. അതായത് ആ ഉണ്ടാകുന്ന ഫോമിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും നമ്മളവിടെ വരച്ച് പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഗ്രാഫ് ഒന്നുകൂടി ഇവിടെ നമ്മുടെ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നും കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? എനർജി റിലീസ് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് ആയി മാറുന്നത്. ഇത്രയും കേസാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ കാറ്റലിസ്റ്റ്, ഇവിടെ നമ്മളൊരു കാറ്റലിസ്റ്റ്, റിയാക്ടൻസ് പ്രോഡക്റ്റ് ആകുന്ന സമയത്ത് നമ്മളൊരു കാറ്റലിസ്റ്റിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഇതുപോലെ തന്നെ നടന്നു പോകും. റിയാക്ടൻസിന് ഒരു എനർജി ഉണ്ട്, പ്രോപ്പർ ഓറിയന്റേഷനും ഉണ്ട്. അപ്പൊ അവര് ഇഫക്റ്റീവ് കൊളിഷന് വിധേയമാകുന്ന സമയത്ത് മിനിമം ഒരു എനർജി, ത്രെഷോൾഡ് എനർജി ഉണ്ട്, അതോ അതിൽ കൂടുതൽ എനർജിയോ ഒക്കെയോ ചെയ്യുകയാണെങ്കിൽ അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ റിയാക്ടന്റും ഈ കാറ്റലിസ്റ്റും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? പുതിയൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ ഒരു ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കാറ്റലിസ്റ്റുമായി ചേർന്നിട്ട് ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നടക്കണമെങ്കിലും അതിനൊരു മിനിമം എനർജി വേണം, ഒരു ത്രെഷോൾഡ് എനർജി വേണം. അതായത് ഒരു ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ വേണം. അപ്പൊ അങ്ങനെ ഒരു എനർജി കിട്ടിക്കഴിയുമ്പോൾ അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. ഇവിടെയും അതുപോലെ ഒരു എനർജി ഓഫ് ആക്ടിവേഷൻ ഉണ്ട്. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വേയിൽ നടക്കുന്ന എനർജി ഓഫ് ആക്ടിവേഷനെ അപേക്ഷിച്ച് കുറയ്ക്കാൻ സഹായിക്കും. അതാണ് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെയും ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ട്, ഇവിടെയും ഒരു ആക്ടിവേഷൻ. ഇത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആക്ടിവേഷൻ എനർജി ആയതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് അറിയാൻ വേണ്ടി ഈ ഡാഷ് കൊടുത്തേക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നോർമൽ വേയിൽ നടക്കുന്ന റിയാക്ഷനെ അപേക്ഷിച്ച് അതിന്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ സഹായിക്കും. അതാണ് ലോവർ ദി ആക്ടിവേഷൻ എനർജി. അതാണ് അതിന് അവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ, ലോവർ ദി ആക്ടിവേഷൻ എനർജി. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ
ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നോർമൽ വേയിൽ പ്രോഡക്ട്സുകൾ തമ്മിൽ ചേർന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇവിടെ ആദ്യം റിയാക്ടന്റുമായി ചേർന്ന്, ഇതിലെ റിയാക്ടന്റ് കാറ്റലിസ്റ്റുമായി ചേർന്ന് ഒരു പുതിയ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അവിടെ ഒരു ആക്ടിവേഷൻ എനർജി വരുന്നുണ്ട്. അത് നോർമൽ കേസിൽ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ വെച്ച് ലോവർ ആയിരിക്കും. ലോവർ ആക്ടിവേഷൻ എനർജി അക്യൂർ ചെയ്യാൻ ആര് സഹായിക്കുന്നു? കാറ്റലിസ്റ്റ് സഹായിക്കുന്നു. അത് കുറച്ചുകൂടി ക്ലിയർ ആകും. നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലും കൂടെ പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. അപ്പൊ ഓർക്കേണ്ട ഒരു മാത്തമാറ്റിക്കൽ ടേമില് ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കേസാണ്. നിങ്ങളിവിടെ 100 റിയാക്ടന്റ് മോളിക്യൂൾസിനെ എടുത്തു. നമ്മുടെ കയ്യിൽ ആദ്യം 100 റിയാക്ടന്റ് മോളിക്യൂൾസ് ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 100 റിയാക്ടന്റ് മോളിക്യൂൾസിന് എല്ലാവർക്കും ഒരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് അത് കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നില്ല. അവർക്ക് പ്രോപ്പർ ഓറിയന്റേഷനും വന്ന് എന്താണ് ഈ മിനിമം എനർജി കൊളിഷൻ നടക്കുന്ന സമയത്ത്, ഓറിയന്റേഷൻ നടന്ന് കൊളിഷൻ നടക്കുമ്പോൾ ഇതിലെ കുറെ മോളിക്യൂൾസിന് എനർജി കൂടും, കുറച്ചുകൂടി എനർജി കിട്ടും. അതാണ് ത്രെഷോൾഡ് എനർജി. അപ്പൊ ഏകദേശം നമ്മൾ കരുതുന്ന ഒരു 40 മോളിക്യൂൾസ് ഇതിനകത്ത് ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ അക്യൂർ ചെയ്തു. അതായത് 100 മോളിക്യൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ 40 മോളിക്യൂൾസിന് പ്രോപ്പർ ഓറിയന്റേഷനും ഉണ്ട്. കൊളിഷൻ കൊണ്ട് ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടിയ എനർജിയോ അതിന് അക്യൂർ ചെയ്യാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ 40 മോളിക്യൂൾസ് ആരായിട്ട് മാറും? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ കയ്യിൽ നോർമൽ വേയിൽ 40 മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെയാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ റിയാക്ഷനകത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ എനർജി, അതായത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി, കുറച്ചുകൂടി കുറഞ്ഞ ത്രെഷോൾഡ് എനർജിയിൽ നടക്കുന്ന കൊളിഷൻ ഇഫക്റ്റീവ് കൊളിഷൻ ആകുകയും പ്രോഡക്റ്റ് ആയി മാറുകയും ചെയ്യും. അതായത് ഒരു ടേം കൂടെ പറയാം. അപ്പൊ ഈ 100 മോളിക്യൂൾസിനകത്ത് കൊളൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിലെ 40 മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടിയ എനർജിയോ ഉള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ആ എനർജിയെ ഞാൻ 1000 കിലോ ജൂൾ പെർ മോൾ എന്ന് കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 1000 കിലോ ജൂൾ പെർ മോൾ എനർജിയാണ് ഏത് എനർജി? ത്രെഷോൾഡ് എനർജി എന്ന് കൺസിഡർ ചെയ്യുന്നു. ET. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിന് ഒരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ട്. അവര് അനുയോജ്യമായ കൊളിഷനിൽ വിധേയമാകുമ്പോൾ, പ്രോപ്പർ ഓറിയന്റേഷൻ നടന്ന് അനുയോജ്യമായ കൊളിഷനിൽ വിധേയമാകുമ്പോൾ അവരെന്തായിട്ട് മാറണം? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകണം. അപ്പൊ അതിനാവശ്യമായ ആ മിനിമം ത്രെഷോൾഡ് എനർജിയെ 1000 കിലോ ജൂൾ പെർ മോൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മിനിമം എനർജിയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പുതിയൊരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്, ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ്. എനർജിയെ കുറയ്ക്കാൻ സഹായിക്കും. എന്ന് വെച്ചാൽ ഏകദേശം 600 കിലോ ജൂൾ പെർ മോൾ എനർജി ആണെന്ന് കരുതുക ത്രെഷോൾഡ് എനർജി. അതായത് കാറ്റലിസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിന്റെ ത്രെഷോൾഡ് എനർജി 1000 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ കാറ്റലിസ്റ്റിനെ ഉപയോഗിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ എനർജി, ത്രെഷോൾഡ് എനർജി കുറയ്ക്കാൻ പറ്റും. ഒരു 600 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് കരുതുക. അപ്പോൾ ഒരാള് 1000 അക്യൂർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും 600 അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ത്രെഷോൾഡ് എനർജി 600 തൊട്ട് എബോ വരുന്ന ആരും 1000 ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. 600 തൊട്ട് എങ്ങോട്ട് എത്ര ഹയർ എനർജി ഉണ്ടായാലും അവർ ഇഫക്റ്റീവ് കൊളിഷനകത്ത് വിധേയമാകും. അപ്പോഴെന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ ആദ്യം 40 മോളിക്യൂൾസിനെ 1000 കിലോ ജൂൾ പെർ മോൾ എനർജി ഉണ്ടായിരുന്നുള്ളൂ. ഇനി നോക്കുമ്പോൾ ഏകദേശം ഒരു 90 മോളിക്യൂൾസിന് ഏതുണ്ട്? 600 എബോ ഉള്ള എനർജി ഉണ്ട് എന്ന് കരുതുക. 90 മോളിക്യൂൾസിന്. അപ്പൊ ആദ്യം 40 മോളിക്യൂൾസെ കെമിക്കൽ റിയാക്ഷനകത്ത് വിധേയമാകുമായിരുന്നുള്ളൂ. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏകദേശം 90 മോളിക്യൂൾസ് 600 കിലോ ജൂൾ പെർ മോളിൽ കൂടുതൽ എനർജി ഉണ്ട് എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യും? നമ്മൾ എടുത്ത റിയാക്ടൻസിനകത്ത് 90 മോളിക്യൂൾസും കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുകയും അവര് കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ആദ്യം ഒരു പുതിയ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ പുതിയ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ആ എനർജി ലോവർ ചെയ്യപ്പെട്ടത്. അത് പിന്നീട് എന്തായിട്ട് മാറും? പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കവിടെ ത്രെഷോൾഡ് എനർജി കുറഞ്ഞു. അതിലൂടെ കൂടുതൽ മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തു, അല്ലെങ്കിൽ ഇഫക്റ്റീവ് കൊളിഷനകത്ത് ഇൻവോൾവ് ചെയ്തു. കൂടുതൽ മോളിക്യൂൾസ് പ്രോഡക്റ്റ് ആയി മാറുകയും ചെയ്തു. അപ്പൊ റിയാക്ഷൻ റേറ്റിന് എന്ത് സംഭവിച്ചു? റേറ്റ് ഓഫ് റിയാക്ഷൻ, കൂടുതൽ മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തു, റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. റിയാക്ഷൻ റേറ്റും ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത്. ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം എടുത്തതാണ്.
നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലോവർ ദി ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കും. ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ കൂടുതൽ മോളിക്യൂൾസിന് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുകയും ചെയ്യും. കൂടുതൽ പ്രോഡക്ട്സ് ഫോം ചെയ്യുകയും ചെയ്യും. അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഒരു ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നതെന്നുള്ളത് കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ടും കൂടി റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനകത്ത് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ എനർജി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു റിയാക്ഷൻ പ്രോഗ്രസ്. റിയാക്ഷൻ നടക്കുന്നതിന്റെ പ്രോഗ്രസ് വിത്ത് റെസ്പെക്ട് ടു അവരുടെ എനർജി ചേഞ്ച് ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതാ ഇവിടെ ഒരു എനർജി ഉണ്ട്. ഇവിടെ ആരായിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്? റിയാക്ടൻസിന് എടുത്തിരിക്കുന്നു. റിയാക്ടൻസിന് ഒരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ട്. അതാണ് ഇ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇ ആർ എന്നെടുക്കുന്നു. റിയാക്ടൻസിന്റെ എനർജി ഇ ആർ എന്നെടുക്കുന്നു. ഇനി ഇവര് തമ്മിൽ പ്രോപ്പർ ഓറിയന്റേഷനും ആവശ്യത്തിനുള്ള ത്രഷോൾഡ് എനർജിയോ മോർ എനർജിയോ കിട്ടിക്കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അത് റിയാക്ട് ചെയ്ത് റിയാക്ഷൻ പ്രോഗ്രസ് ഇൻക്രീസ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. അതായത് ഈ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ ത്രഷോൾഡ് എനർജി. അതായത് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് ഈ ത്രഷോൾഡ്, അതായത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി, മിനിമം എനർജിയെ പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി എന്ന് നമുക്ക് എടുക്കാം. ഇനി ഇതൊന്നും ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് എന്ത് എനർജി റിലീസ് ചെയ്തിട്ട് ആരായിട്ട് മാറും? പ്രോഡക്ട്സ് ആയിട്ട് മാറും. അതായത് പ്രോഡക്ട്സിന്റെ എനർജി നമുക്ക് ഇങ്ങോട്ട് വരച്ച് വൈ ആക്സിസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് ഇത് എനർജി ഓഫ് പ്രോഡക്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിക്കകത്ത് പഠിച്ച ഒരു കാര്യമാണ്. ഇനി ഇവിടെ എന്താണ് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പുതിയൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. റിയാക്ടന്റും കാറ്റലിസ്റ്റും കൂടെ ചേർന്നിട്ട് പുതിയൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ്. അതോടൊപ്പം തന്നെ എന്തും ചെയ്യുന്നുണ്ട്? അപ്പൊ ആ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ത്രഷോൾഡ് എനർജിയുടെ അളവ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ ത്രഷോൾഡ് എനർജിയിൽ ഇവര് പ്രോഡക്ട്സ് ആകാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകാനുള്ള ശ്രമം നടത്തും. അപ്പൊ പുതിയൊരു പാത്തല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ പാത്തിൽ കൂടെ ആയിരിക്കത്തില്ലല്ലോ പോകുന്നത്. പുതിയ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ്. എനർജിയും ലോവർ ചെയ്യും. അപ്പൊ റിയാക്ടറിന്റെ എനർജിക്ക് വ്യത്യാസമൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു? പുതിയൊരു പാത്തിലൂടെ ആരായിട്ട് മാറാൻ ശ്രമിക്കും? പ്രോഡക്ട്സ് ആകാൻ ശ്രമിക്കും. ഇതാണ് പുതിയ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പുതിയൊരു പാത്തിലൂടെ ഈ റിയാക്ടൻസ് പ്രോഡക്റ്റ് ആകാൻ ശ്രമിക്കും. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനകത്ത് വരുന്നത്. അതായത് ഇവിടെ എന്താണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ്? ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. കാറ്റലിസ്റ്റുമായി ചേർന്നുള്ള ന്യൂ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പുതിയ ത്രഷോൾഡ് എനർജിയാണ് ഇവിടെ വരുന്നത്. പുതിയ ലോവർ എനർജിയാണ്. ഇതിനേക്കാൾ കുറഞ്ഞ ഒരു എനർജിയിലാണ് റിയാക്ടൻസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും അതെന്ത് ചെയ്യും? പ്രോഡക്ട്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ആക്ടിവേഷൻ എന്ന് നോക്കാം. പുതിയ പാത്താണെന്ന് മനസ്സിലായി. കാറ്റലിസ്റ്റ് ഇതെന്ന് പറയുന്നത് അൺകാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ഉപയോഗിക്കാത്ത സമയത്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന പാത്ത്. ഇത് കാറ്റലിസ്റ്റിന്റെ സഹായത്തോടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന പുതിയൊരു പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എനർജി ഓഫ് ആക്ടിവേഷൻ എന്താണെന്ന് നോക്കാം. ഈ റിയാക്ടന്റിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ഇവിടെ വരച്ച് കാണിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ത്രഷോൾഡ് എനർജിയും ഈ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പഠിച്ചു വെച്ചേക്കുന്നത്. എനർജി ഓഫ് ആക്ടിവേഷൻ ഇ എന്ന് പറഞ്ഞത് ത്രഷോൾഡ് എനർജി മൈനസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി റിയാക്ടൻസ് ആണ്. അപ്പൊ ദിസ് ഈസ് ഇ എന്നെടുക്കുന്നു. കാറ്റലിസ്റ്റ് ഉപയോഗിക്കാത്ത സമയത്തുള്ള അതിന്റെ ആക്ടിവേഷൻ എനർജിയാണ്. ഇനി നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പുതിയൊരു പാത്തിലൂടെ പോകുന്നു. ത്രഷോൾഡ് എനർജി കുറച്ചു. അതനുസരിച്ച് ആക്ടിവേഷൻ എനർജിക്ക് എന്ത് സംഭവിച്ചു? ഇത്രയുമാണ് പുതിയ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയുടെ അളവ് കുറച്ചില്ലേ? ഇ എ ഡാഷ് എന്ന് കൊടുത്തു. ഇ എ ഡാഷ് അതായത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ആക്ടിവേഷൻ എനർജിയെ നമ്മൾ ഇ എ ഡാഷ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഈ ഗ്രാഫും കൂടെ നോക്കുമ്പോൾ നമുക്ക് 100% ഉറപ്പാകുന്നുണ്ട്. എന്താണ് ഫംഗ്ഷൻ? ഒരു പുതിയ പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് വരികയാണെങ്കിൽ ഒരു പുതിയ പാത്തിലൂടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ ആ പാത്തിലൂടെ പോകുമ്പോൾ ആക്ടിവേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? ലോവർ ദി ആക്ടിവേഷൻ എനർജി. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഒരു നോർമൽ വേയിൽ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2 പോയിന്റ് എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൊളിഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് കൊളിഷൻ തിയറി പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് മാക്സ് ട്രൂവെറ്റ്സ് ആൻഡ് വില്യം ലോയിസ്.
ഇതിനകത്ത് 3 പോസ്റ്റുലേറ്റ്സ് ആണ് പറയുന്നത്. ഈ പോസ്റ്റുലേറ്റ്സ് ബേസ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെയാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റ് പഠിച്ച സമയത്ത് കൈനറ്റിക് തിയറി പഠിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇതിനകത്ത് 3 പോസ്റ്റുലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കൊളിഷൻ തിയറിക്കകത്ത്. അപ്പൊ ശരിക്കും നമ്മൾ ഓൾറെഡി ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഇഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്, ഈ 2 പോർഷനിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ കൊളിഷൻ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇനി അതിനകത്തെ 3 പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആ 3 പോസ്റ്റുലേറ്റ്സ് വീഡിയോ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ ഒന്നുകൂടെ പറയാം. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം റിയാക്ടന്റ് മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റിയാക്ടന്റ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അത് കൊളൈഡ് ചെയ്ത് ഇഫക്റ്റീവ് കൊളിഷനും പ്രോപ്പർ ഓറിയന്റേഷനും ആണെങ്കിൽ അത് പ്രോഡക്ട്സ് ആയിട്ട് മാറും എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇവിടെ കൊളിഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ആ കൊളിഷൻ നടക്കുമ്പോൾ അതിനൊരു എണ്ണമുണ്ട്, നമ്പർ ഓഫ് കൊളിഷൻസ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്പർ ഓഫ് കൊളിഷൻസ്. മോളിക്യൂൾ തമ്മിലുള്ള കൊളിഷന്റെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് കൊളിഷൻസ് ആണ്. അപ്പൊ ഇത് എടുത്തിരിക്കുന്ന ഒരു വോളിയം കാണും, ഒരു ഡെഫിനറ്റ് വോളിയം, ഈ റിയാക്ടന്റ് ഒരു വോളിയം കാണും. യൂണിറ്റ് വോളിയത്തില് 1 സെക്കൻഡ് സമയത്ത് എത്ര കൊളിഷൻസ് നടക്കുന്നു? നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. അതിനെ പറയുന്ന വേർഡ് ആണ് കൊളിഷൻ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് നോൺ ആസ് കൊളിഷൻ ഫ്രീക്വൻസി. അതായത് നമ്മൾ റിയാക്ടന്റ് മോളിക്യൂൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും. കൊളിഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് കൊളിഷൻസ് കാണും. ഒരു സെക്കൻഡിൽ എത്ര കൊളിഷൻസ് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൊല്യൂഷനെ അല്ലെങ്കിൽ റിയാക്ടന്റിനെ എടുത്തിരിക്കുന്ന വോളിയം ഉണ്ട്. നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് നോൺ ആസ് collision frequency. That is denoted by the letter Z. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? Z എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജി. നമ്മൾക്കറിയാം ഈ കൊളൈഡ് ചെയ്യുന്ന കൊളിഷൻസ് എല്ലാം തന്നെ എന്തായിട്ട് മാറില്ല? പ്രോഡക്റ്റ് ആയി. അല്ലെങ്കിൽ എല്ലാ കൊളിഷൻസും ഇഫക്റ്റീവ് കൊളിഷൻ ആകണമെന്നില്ല. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ എല്ലാ മോളിക്യൂൾസും കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ആ മോളിക്യൂൾസിന് മിനിമം ഉണ്ടായിരിക്കേണ്ട എനർജിയാണ് ത്രെഷോൾഡ് എനർജി. ET എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ കിട്ടുന്ന റിയാക്ടന്റ് മോളിക്യൂൾസ് ഇഫക്റ്റീവ് കൊളിഷനകത്ത് വിധേയമാവുകയും അവരെന്തായിട്ട് മാറുകയും ചെയ്യും? പ്രോഡക്ട്സ് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സെക്കൻഡ് പോയിന്റിനകത്ത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിനകത്ത്, ടോട്ടൽ മോളിക്യൂൾസിനകത്ത് A, B എടുത്തിട്ടുണ്ട്. അത് മൊത്തം മോളിക്യൂൾസിനകത്ത് only a fraction of reactant molecules have threshold energy. അതാണ് സെക്കൻഡ് പോയിന്റ്. ഫ്രാക്ഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ റിയാക്ടന്റ് മോളിക്യൂൾസിനും ത്രെഷോൾഡ് എനർജി ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഇഫക്റ്റീവ് കൊളിഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് മസ്റ്റ് ഹാവ് എന്ത്? ത്രെഷോൾഡ് എനർജി. കുറച്ച് മോളിക്യൂൾസ് ടോട്ടൽ റിയാക്ടന്റ് മോളിക്യൂൾസിനകത്ത് കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ എന്ത് കാണുകയുള്ളൂ? ത്രെഷോൾഡ് എനർജി കാണുകയുള്ളൂ. അതല്ലെങ്കിൽ അത് ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടിയ എനർജിയോ കാണുകയുള്ളൂ. only a fraction of molecules അല്ലെങ്കിൽ reactant molecules have minimum threshold energy or more energy. ഈ മോളിക്യൂൾസ് മാത്രമേ എന്തിനെ ഇൻവോൾവ് ചെയ്യുള്ളൂ? ഇഫക്റ്റീവ് കൊളിഷനകത്ത് ഇൻവോൾവ് ചെയ്യുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത തേർഡ് പോയിന്റിനകത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആക്ടിവേഷൻ എനർജിയെ കുറിച്ചാണ് തേർഡ് പോയിന്റിനകത്ത് പറയുന്നത്. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ടന്റ് മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, അതോ ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു എനർജി ബാരിയർ ഓവർകം ചെയ്യും. നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു എനർജി ബാരിയർ ഓവർകം ചെയ്യുന്ന സമയത്ത് അതിനുള്ള എനർജിയെ പറയുന്ന പേരാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. അല്ലെങ്കിൽ അന്നേരം അത് ആരായിട്ട് മാറും? റിയാക്ടന്റ് മോളിക്യൂൾസുകൾ പരസ്പരം ചേർന്നിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്?
ഈ റിയാക്ടന്റ് മോളിക്യൂൾസിന് മിനിമം ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതൽ എനർജിയോ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോണ്ട്സ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ എനർജി. അപ്പൊ ഈ എനർജി കിട്ടുമ്പോൾ ഇവര് ഈ ആക്ടിവേഷൻ എനർജി കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഇഫക്റ്റീവ് കൊളിഷന് വിധേയമാവുകയും മോളിക്യൂൾസിലേക്ക് ആ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിട്ട് മാറാൻ ശ്രമിക്കും, പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കും. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ എനർജി അക്യൂർ ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ആകാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് കൊളിഷൻ തിയറിക്കകത്ത് അറിഞ്ഞിരിക്കേണ്ട 3 പോയിന്റ്സുകൾ. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കൊളിഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടതൊക്കെ മനസ്സിലായി കാണും. അതിനെ തുടർന്ന് ഞാൻ അതിൻ്റെ പോയിന്റ്സുകൾ കൂടി ഇവിടെ പറയുകയാണ്. അതായത് ആ കൊളിഷൻ തിയറി പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് മാക്സ് സ്റ്റുവർട്ട്സ് ആൻഡ് വില്യം ലൂയിസ്. അവർ തിയറിയെ ബേസ് ചെയ്തിരിക്കുന്നത് കൊളിഷൻ തിയറിയെ ബേസ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നമുക്ക് തിയറിക്കകത്ത് 3 പോസ്റ്റുലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്റുലേറ്റ്സ് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഫസ്റ്റ് വൺ, the chemical reaction is to occur when molecules collide with each other. The number of collisions per second per unit volume of the reaction mixture is known as collision frequency. ഡിനോട്ട് ചെയ്യുന്നത് Z എന്ന ലെറ്റർ കൊണ്ടാണ്. അതായത് ഫസ്റ്റ് പോയിന്റിനകത്ത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയുന്നുണ്ട്. എന്താണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് വോളിയത്തിൽ 1 സെക്കൻഡിൽ എത്ര കൊളിഷൻസ് നടക്കുന്നു ആ റിയാക്ഷൻ മിക്സറിനകത്ത്, അതിനെയാണ് നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z എന്നാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ ഈസ് ടു occur when molecules collide with each other. The number of collisions per second per unit volume of the reaction mixture is known as collision frequency. Second point, the reactant molecules should acquire a minimum amount of energy called threshold energy, undergo chemical reaction. It is observed that only a fraction of total reactant molecules can have this energy. അതായത് ത്രെഷോൾഡ് എനർജിയെക്കുറിച്ചാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതിന് മിനിമം ഒരു എമൗണ്ട് ഓഫ് എനർജി വേണം റിയാക്ടൻറ്റ് മോളിക്യൂൾസിന്. ആ എനർജിയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന ടോട്ടൽ റിയാക്ടൻറ്റ് മോളിക്യൂൾസിൽ വളരെ കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ, അതായത് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് മാത്രമേ എന്ത് കാണുകയുള്ളൂ, ത്രെഷോൾഡ് എനർജി ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് സെക്കൻഡ് പോയിന്റ്. അതായത് ദ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് ഷുഡ് acquire a minimum amount of energy called threshold energy, undergo chemical reaction. It is observed that only a fraction of reactant molecules. Third point, the amount of energy which the reactants must absorb to pass over the threshold energy barrier is known as activation energy. The necessary energy of activation is acquired by the molecules as a result of interchanges occurring in collisions among the molecules. അതായത് നമുക്കറിയാം ത്രെഷോൾഡ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് ഒരു എനർജി ബാരിയർ പാസ് ചെയ്യും. അപ്പോൾ ആ എനർജി ബാരിയർ പാസ് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് അനുയോജ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ റിയാക്ടൻ്റ് മോളിക്യൂൾസിന് എടുക്കുന്ന സമയത്ത് ഒരു ആവറേജ് കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് ത്രെഷോൾഡ് എനർജി കിട്ടിക്കഴിയുമ്പോൾ റിയാക്ട് ചെയ്ത് ഇഫക്റ്റീവ് കൊളിഷൻ നടന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ഈ 2 എനർജികൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, അവരുടെ എനർജി അത് ഇഫക്റ്റീവ് കൊളിഷന് വിധേയമാകുമ്പോൾ മോളിക്യൂൾസിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ഓൾറെഡി ഉള്ള ബോൺസുകൾ ബ്രേക്ക് ചെയ്ത് പുതിയ ബോൺസ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് പ്രോഡക്റ്റായിട്ട് ചേഞ്ച് ചെയ്യും. ആ പോയിൻ്റാണ് നമ്മുടെ തേർഡ് പോയിൻ്റായിട്ട് കൊളിഷൻ തിയറിക്കകത്ത് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് എനർജി വിച്ച് ദി റിയാക്ടൻസ് മസ്റ്റ് അബ്സോർബ്സ് ടു പാസ് ഓവർ ദി ത്രെഷോൾഡ് എനർജി ബാരിയർ ഈസ് നോൺ ആസ് ദി ആക്ടിവേഷൻ എനർജി.
The necessary energy of the activation is acquired by the molecules as a result of interchanges occurring in collision among the molecules. നമുക്കത് ഇക്വേഷനിലേക്ക് പോകാം. കൺസിഡർ എ ബൈമോളിക്കുലാർ എലമെന്ററി റിയാക്ഷൻ. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. രണ്ട് മോളിക്യൂൾ ഉണ്ട്, എലമെന്ററി ഫോമിലിരിക്കുന്നതാണ്. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ്. നമ്മൾ ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യും. നമുക്ക് ബേസ്ഡ് ഓൺ കൊളിഷൻ തിയറി വെച്ചുകൊണ്ട് റേറ്റ് എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു, റേറ്റ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷനെ ആശ്രയിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് കൊളിഷൻ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസി. റേറ്റ് കൊളിഷൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഇൻറ്റു എത്ര മോളിക്യൂൾസ്, സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് അനുസരിച്ച് എത്ര ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അതിനകത്ത് റിയാക്ട് ചെയ്യുന്നു, അതിനെ കാണിക്കുന്ന ടേം ഇതാണ്. ആക്ടിവേഷൻ എനർജിയെയും ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ സെക്കൻഡ് പോസ്റ്റുലേറ്റ്സിനെയും ബേസ് ചെയ്ത് കാണിക്കുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പഠിച്ചു? തൊട്ട് മുമ്പ് നമ്മൾ 3 പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് റേറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ കൊളിഷൻ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു ZAB. കൊളിഷൻ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് Z. രണ്ട് എലമെന്റ് ബൈമോളിക്കുലാർ എലമെന്ററി റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അവരുടെ കൊളിഷൻ ഫ്രീക്വൻസി കാണിക്കാൻ ZAB എന്ന് കൊടുത്തു. ഇനി ഇതിനകത്ത് കുറെ മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജി ഉണ്ടാകും. ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് ത്രെഷോൾഡ് എനർജി ഉണ്ടായിരിക്കും. അവർ ആക്ടിവേഷൻ എനർജി അക്യൂർ ചെയ്തുകൊണ്ട് ആരായിട്ട് മാറുന്നു? പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ആൻഡ് തേർഡ് പോസ്റ്റുലേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് e⁻⁻ ഡിവൈഡ് ബൈ RT. അപ്പൊ R rate is equal to ZAB into e⁻⁻ ഡിവൈഡ് ബൈ RT. ZAB എന്ന് പറയുന്നത് എന്താണ്? കൊളിഷൻ ഫ്രീക്വൻസി. ഇവിടെ ZAB എന്ന് പറയുന്നിട്ട് നമ്മൾ പറയുന്നത് കൊളിഷൻ ഫ്രീക്വൻസി ആണ്. എയും ബിയും തമ്മിലുള്ള കൊളിഷനെ കാണിക്കുന്നതാണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി അടുത്ത ടേം e⁻⁻ ഡിവൈഡ് ബൈ RT. അതായത് എത്ര മോളിക്യൂൾസ്, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഇത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളതാണ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയുള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്? എനർജി എന്തായിരിക്കണം? എനർജി ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ, ഒന്നുകിൽ തുല്യമായിരിക്കണം അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. ഗ്രേറ്റർ ദാൻ ആരേക്കാൾ? ആക്ടിവേഷൻ എനർജി. അതായത് ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ എനർജിയോ അല്ലെങ്കിൽ തുല്യമായ എനർജിയോ ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണത്തെ കാണിക്കുന്ന ടേമാണ് e⁻⁻ ഡിവൈഡ് ബൈ RT. അതായത് ZAB എന്ന് പറയുന്ന കൊളിഷൻ ഫ്രീക്വൻസി, e⁻⁻ ഡിവൈഡ് ബൈ RT എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് which have energy equal or greater than that of ഏതാണ്? ആക്ടിവേഷൻ എനർജി എന്നുള്ളതാണ്. ഇനി നമ്മൾ അറീനിയസ് ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അറീനിയസ് ഇക്വേഷൻ അനുസരിച്ച് ZABക്കകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അറീനിയസ് ഫാക്ടർ ആണ് A ആണെന്നും കൂടെ ഓർത്തുകൊള്ളുക. രണ്ടും സെയിം ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറീനിയസ് ഫാക്ടർ എന്ന് പറയും. then അടുത്തെന്ന് പറയുന്നത് ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ മോളിക്യൂൾസ് നമ്മൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കൊളിഷൻ നടക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇഫക്റ്റീവ് കൊളിഷൻ എന്ന് പറയുമ്പോൾ അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? കൊളിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മോളിക്യൂൾസിന്റെ സ്റ്റെറിക് ഫാക്ടറിനെയും കൂടി ആശ്രയിച്ചിരിക്കും. ഇവര് തമ്മിൽ കൊളൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ ബൾക്ക്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെറിക് ഫാക്ടറിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ റേറ്റിനെ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് P into ZAB e⁻⁻ ഡിവൈഡ് ബൈ RT എന്നതിനെ മോഡിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ പുതിയതായിട്ട് ഒരു ടേമും കൂടി വന്നിട്ടുണ്ട്. P ടേം എന്ന് പറയും. ഈ P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? സ്റ്റെറിക് ഫാക്ടർ. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ. അപ്പൊ ഇതിനെ ഇഫക്റ്റീവ് കൊളിഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. P is the steric factor or probability factor എന്ന് പറയാൻ പറ്റും. Next, temperature variation. At lower temperature, there are only a few molecules which possess threshold energy. As the temperature increases, the kinetic energy of molecules increases, and hence more and more molecules possess threshold energy. Thus, rate of reaction increases sharply with the increase of temperature. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ ത്രെഷോൾഡ് എനർജി കാണുകയുള്ളൂ.
അറ്റ് ലോവർ ടെമ്പറേച്ചർ ദർ ആർ ഓൺലി എ ഫ്യൂ മോളിക്യൂൾസ് വിച്ച് പൊസസ് ത്രെഷോൾഡ് എനർജി. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുമ്പോഴത്തേക്ക് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയും അവർ ത്രെഷോൾഡ് എനർജി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. As the temperature increases, the kinetic energy of the molecules increases and hence more and more molecules possess threshold energy. അപ്പോൾ ത്രെഷോൾഡ് എനർജി കൂടുതൽ മോളിക്യൂൾസ് അക്വയർ ചെയ്യുമ്പോൾ അവർ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടത്തും, കൂടുതൽ മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യും. Thus, rate of reaction increases sharply with the rise of temperature. ഇതോടുകൂടി ഈ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടിട്ടുണ്ട് തുടർന്നുള്ള വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് തിയറി കംപ്ലീറ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും നന്നായി ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, ആവശ്യമുള്ള നോട്ട്സുകൾ എഴുതി വെച്ച് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.